ഹലോ നമസ്കാരം. ഞാൻ മരുന്നടിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കൊടുക്കുന്ന മരുന്ന് ഫംഗിസൈഡാണ്. കാരണം നമ്മൾ ഞാൻ ഇതിന് മുമ്പിൽ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡ് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാറ്റ് മഴയുള്ള സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഫംഗിസൈഡ് കൊടുക്കണം. കാരണം കാലാവസ്ഥാ വ്യതിയാനം, കാറ്റടിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫംഗസ് രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഫോളിയാർ വളങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ, ഫിസേറിയം പോലെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് കൂടുതലാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ, പ്രത്യേകിച്ച് മഴക്കാലം, ഒരു മഴയൊക്കെ ഒതുങ്ങി അല്ലെ കാറ്റും എല്ലാം ഒതുങ്ങി കഴിയുമ്പോൾ ഒരു ഫംഗിസൈഡ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഞാൻ ഇന്ന് ഫംഗിസൈഡ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫംഗിസൈഡ് കൊടുത്തിട്ടിപ്പോൾ ഒരു ഡ്രം കൂടെ അടിച്ചാൽ തീരും കേട്ടോ. അസോക്സിസ്ട്രോബിൻ ടെബുക്കോണസോൾ കോമ്പിനേഷനാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തണ്ടുതുറപ്പിനുള്ള മരുന്നും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച മഴ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അഴുകൽ പോലെ അല്ലെ കൊത്തഴുകൽ പോലെയുള്ള രോഗത്തിനെയും കൂടെ പ്രതിരോധിക്കും കേട്ടോ ഒരു ഫംഗിസൈഡ് കൊടുക്കുകയാണെങ്കിൽ. അതൊക്കെയാണ് നമുക്കിതിൻ്റെ ഒരു പ്രയോജനം. അപ്പം നിങ്ങൾ അതിനെതിരെ തെറ്റൊന്നും പറയണ്ട. കാരണം ഞാൻ എൻ്റേതായ രീതി മാത്രമാണ്, ഞാൻ ആരോടും ഇത് ചെയ്യണമെന്ന് പറയാറില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണം ചെയ്യാം. എൻ്റെ കൃഷി രീതി ഫോളോ ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വലിയ ഇല കൃഷിക്കാരെ ഉദ്ദേശിച്ചല്ല കൃഷി ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ മഴക്കാലത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചു അഴുകലിന് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ നേരത്തെ തന്നെ ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അഴുകലിന് പ്രതിരോധമായിട്ട് മരുന്ന് ചെയ്യണം, നിങ്ങളെല്ലാവരും ചെയ്യണം. മഴക്കാലമാണ് വരുന്നത്. മഴക്കാലത്തിന് മുമ്പ് നമുക്ക് അഴുകലിനുള്ള പ്രതിരോധ മരുന്ന് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും, പിന്നെ കരഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ചെയ്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അഴുകലിന് പെട്ടെന്ന് പ്രതിരോധിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മെറ്റലാക്സിൽ. ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെറ്റലാക്സിൽ COC കുമ്മായം അവനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺട്രോളാവും. അതല്ലെങ്കിൽ ഒരുപാട് ഫംഗിസൈഡുകൾ അഴുകലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. ഈ പറയുന്ന ടെബുക്കോണസോൾ, അസോക്സിസ്ട്രോബിൻ പോലെയുള്ള ഫംഗിസൈഡ് കൊടുത്താലും ഇത് കൺട്രോളാവും. തൈഫോണേറ്റ് മീതയിൽ കൊടുത്താൽ കൺട്രോളാവും. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെ കൊടുക്കണം. കാരണം COC ഒക്കെ നേരത്തെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു വളം കൂട്ടി ഒഴിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ ഒരുപാട് പേര് തെറ്റാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊഴിച്ചത് കൊണ്ട് എനിക്കൊരു അഴുകൽ പോലും ഇല്ല. ചെറുതായിട്ട് ഒരു ഏലത്തിനെങ്ങാണ്ട് കണ്ടതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് അന്നേരം തന്നെ കൺട്രോൾ പോയി. നമ്മൾ ഫംഗിസൈഡ് കൊടുത്തു, അത് പ്രശ്നമില്ല. അപ്പം നമ്മൾ ഇനിയെങ്കിലും ഫംഗിസൈഡ് കൊടുക്കാത്തവർ ഫംഗിസൈഡ് നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം പ്രത്യേകമായിട്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ, മഴക്കാലം ഏകദേശമൊക്കെ ഒന്ന് മഴ ഒതുങ്ങി, അതുപോലെ കാറ്റുമൊക്കെ ഒതുങ്ങി. കാറ്റും മഴയും, കാറ്റത്തൊക്കെ ഭയങ്കരമായിട്ട് ആടി ഒലയുമ്പം ഈ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മളൊരു ഫംഗിസൈഡ് കൊടുക്കും. ഇനി കായയുടെ സമയമാണ് അത്. അപ്പോൾ നമ്മൾ കേടുകളെയൊക്കെ പ്രതിരോധിച്ച് നിർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. ഏതെങ്കിലും നല്ല ഫംഗിസൈഡ് കൊടുക്കണം, ഇന്നതൊന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു കമ്പനിയുടെയും പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ എൻ്റെ രീതിക്ക് കൃഷി നിങ്ങൾ ചെയ്യണമെന്നൊന്നും പറയാറില്ല. ഞാൻ ചെയ്യുന്നത് രീതി പറയുന്നുള്ളൂ. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യുന്ന ഒരു മരുന്നിൻ്റെയും പേരും പറയാറില്ല ഇപ്പോൾ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രൊമോഷനാണെന്ന് പറയാം, അതുകൊണ്ട് തന്നെ അത് പറയാറില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം. തണ്ടുതുറപ്പിനോടൊപ്പം കൊടുക്കാം, പ്രശ്നമില്ല. വേരഴുകലും അതുപോലെ ചോട്ടിലെങ്ങതും പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേരഴുകലും അല്ല വേര് ചീച്ചലും കൊത്തഴുകലും ഒക്കെ മാറി കിട്ടും കേട്ടോ.